ട്രെയിനിലെ സീറ്റിനെ ചൊല്ലി തുടങ്ങിയ തർക്കമായിരുന്നു ഇത്. യുവാവിന്റെ സീറ്റിൽ വന്നിരുന്ന ചേച്ചിയോട് ചേച്ചി ഒന്ന് മാറി തരൂ, ഇത് എന്റെ സീറ്റാണ് എന്ന് പറഞ്ഞ യുവാവിനോട് ചേച്ചി കയർത്തു തുടങ്ങി. അപ്പൊ ഉടനെ ചേച്ചി ചെരുപ്പിന്ന് കാലൊക്കെ എടുത്തിട്ട് പുള്ളിനെ അടിക്കാൻ വേണ്ടി പോവാ. അപ്പൊ പുള്ളി മാന്യമായിട്ട് പറയാ TTR വരട്ടെ, നമുക്ക് എന്നിട്ട് പ്രശ്നം പരിഹരിക്കാമെന്ന്. ചേച്ചി എപ്പോഴും പുള്ളിയോട് കയറി കയർക്കുക. ഞാൻ ആരാന്നറിയൂ, ഞാൻ ഇന്ന കുലത്തിൽപ്പെട്ടവളാണ്, എന്റെ മകൻ എഞ്ചിനീയർ ആണ്, ഒലക്കയുടെ മൂടാണ് എന്ന് പറഞ്ഞ് കുറെ പച്ച തെറികളും. യുവാവാകട്ടെ ഇന്നത്തെ നിയമം അറിയാലോ, ഒരു പെണ്ണ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം പുള്ളി ക്ഷമിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ചേച്ചി എന്നിട്ട് നിർത്തുന്നില്ല, എന്റെ ഭർത്താവ് സൂപ്പർവൈസർ ആണ്, ഞാൻ നിന്നെ ഇപ്പൊ അടിക്കും, എന്റെ മകൻ നിന്നെക്കാളും സുന്ദരനാണ്, അവൻ എഞ്ചിനീയർ ആണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പുള്ളി എപ്പോഴും പറയാ ഒന്ന് അവിടെ മിണ്ടാതിരിക്കും, TTR വരട്ടെ എന്ന്. എന്നിട്ട് കാസ്റ്റ് ഒക്കെ പറഞ്ഞ് കളിയാക്കുക, ഞങ്ങള് പണ്ഡിറ്റാണ്, ഒരു പണ്ഡിറ്റിനോട് എങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് അറിയത്തില്ല, ചെറുക്കാൻ മിണ്ടായിരുന്നില്ല, ഞാനിപ്പോ തന്നെ കർണാകുട്ടിക്കിട്ട് അഴിച്ചേരും കേട്ടോ എന്ന് പറഞ്ഞ് ചെരുപ്പെടുത്ത് വീണ്ടും കാണിച്ച പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആവർത്തിച്ച് കൂടെ കുറെ പൂര തെറികൾ. എന്നിട്ട് തന്റെ മോനെ ഇങ്ങോട്ട് വിളിക്കുക, മോനെ ഇങ്ങോട്ട് വാ, നിന്റെ സൗന്ദര്യം എല്ലാരും കാണട്ടെ, എന്നിട്ടാണോ ഇവൻ എന്നോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഷോ ഓഫ് ഇറക്കി. എന്നിട്ട് ആ യുവാവ് എന്ത് ചെയ്തു, പ്രശ്നം വഷളാകേണ്ടെന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നു. എന്നിട്ടും പുള്ളിക്കാരി വിടുന്നില്ല, പൂര തെറിവിളി തന്നെ. യാത്രക്കാരും വളരെ നിസ്സഹായതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും യുവാവിന്റെ ക്ഷമയുടെ നെല്ലിപ്പലവ് പൊട്ടിയൊരു നിമിഷം ഉണ്ടായി. എപ്പോഴാണെന്നറിയോ, തന്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞപ്പോ അതെ കണ്ടു. പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ. ഭായി ഇതങ്ങ് നേരത്തെ കൊടുത്താ പോരായിരുന്നു. എന്തും സഹിക്കാം, പക്ഷെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ പൂരത്തെറി വിളിക്കുമ്പോഴേ ആരും കണ്ടു നോക്കിയിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ കൊണയടിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണം, എങ്കിലേ ഇനി അവള് വേറെ ആരുടെ മുമ്പിൽ വാതർക്കാതിരിക്കത്തുള്ളൂ. കണ്ടില്ലേ ആ ഇളിഞ്ഞ മോന്ത.